ശ്രീ വിനോദ് ശ്രീ വിനോദ് മേക്കോത്ത്, ഇപ്പോഴെങ്കിലും കുറ്റബോധം തോന്നുന്നുണ്ടോ? കാരണം ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ ജനൻ ടിവിയുടെ ഈ സംവാദ വേദിയിൽ ഈ വിഷയം ചർച്ച ചെയ്താണ്. നേരത്തെ അന്ന് വിനോദ് മേക്കോത്ത് ഘോരഘോരം വാദിച്ചിരുന്നു അല്ലേ? ധർമ്മസ്ഥലയിൽ ഈ മൃതദേഹങ്ങൾ കണ്ടെത്തി, തലയോട്ടികൾ കണ്ടെത്തി, അതൊക്കെ 100% ശരിയാണ്, സത്യം പുറത്തു വരും എന്നൊക്കെ പറഞ്ഞ താങ്കൾ ഇപ്പോഴും ആ നിലപാടുമായിട്ട് മുന്നോട്ട് പോവുകയാണോ? അല്ല, ഈ ധർമ്മസ്ഥലയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ അന്വേഷണങ്ങളും പൂർത്തിയായോ? SIT പിരിച്ചുവിട്ടോ? കോടതി കേസിൽ വിധി പറഞ്ഞോ? എല്ലാ കാര്യങ്ങളും പൂർത്തിയായോ ശ്രീ അനിൽ നമ്പ്യാർ? സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം പ്രാഥമിക റിപ്പോർട്ട് കൊടുത്തോ ശ്രീ വിനോദ് മേക്കോത്ത്? ആ റിപ്പോർട്ടിന്റെ ഉള്ളടക്കം എന്താണെന്ന് താങ്കൾ പരിശോധിച്ചോ ശ്രീ വിനോദ് മേക്കോത്ത്? ആ റിപ്പോർട്ടിൽ എന്താണ് പറഞ്ഞത് എന്ന് താങ്കൾ മനസ്സിലാക്കിയോ ശ്രീ വിനോദ് മേക്കോത്ത്? അതിലിവരെ അല്ല, ജനൻ ടിവിക്ക് പ്രത്യേകമായിട്ട് കിട്ടിയിട്ടുണ്ട്. താങ്കൾ ആമുഖത്തിൽ എന്താണ് പറഞ്ഞതെന്ന് ഞാൻ മനസ്സിലാക്കിയില്ല. ഇങ്ങനെയൊരു റിപ്പോർട്ട് സമർപ്പിച്ചു, അത് സംബന്ധിച്ച് ഈ പറയുന്ന എന്താ പറയുക, ഡിസംബർ 26 കോടതി അത് പോസ്റ്റ് ചെയ്തു എന്നുള്ള ഒരു വാർത്തയല്ലാതെ ദേശീയ മാധ്യമങ്ങളിലൊന്നും എനിക്ക് ആ റിപ്പോർട്ടിന്റെ ഉള്ളടക്കത്തെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പൊ ജനൻ ടിവിയിൽ ആമുഖത്തിൽ താങ്കൾ പറഞ്ഞതുപോലെ എന്താണ് ഈ SITയുടെ റിപ്പോർട്ടിൽ താങ്കൾക്ക് പ്രത്യേകമായി ലീക്ക് ചെയ്ത് കിട്ടിയത് എന്നൊന്നും അറിഞ്ഞാൽ തരക്കേടില്ല. ഞാൻ ആമുഖം കേൾക്കാത്തത് കൊണ്ടാണ്. SIT പിരിച്ചുവിട്ടോ? SIT പിരിച്ചുവിട്ടില്ല. SIT സാവകാശം ചോദിച്ചിട്ടുണ്ട് അന്വേഷണം മുമ്പോട്ട് കൊണ്ടുപോകാൻ. പക്ഷേ പ്രാഥമികമായി അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിച്ചു. 3000-ൽ പരം പേജുകൾ. ഒരു മിനിറ്റ്, താങ്കൾക്ക് അന്നും പുച്ഛമായിരുന്നു, താങ്കൾക്ക് അന്നും പരിഹാസമായിരുന്നു. താങ്കൾ ഇങ്ങനെ ഇടക്ക് കയറി സംസാരിക്കാതെ. താങ്കളല്ലേ എന്നോട് ചോദിച്ചത് ആ റിപ്പോർട്ട് എനിക്ക് ലീക്ക് ചെയ്ത് കിട്ടിയോ, ഞങ്ങൾക്ക് ആർക്കും കിട്ടിയിട്ടില്ല എന്ന്? എന്തൊരു ആവേശമായിരുന്നു മനാഫിനൊക്കെ, എന്തൊരു ആവേശമായിരുന്നു! എത്രയെത്ര വീഡിയോകളാണ് ചെയ്തത്. അയ്യോ, ശ്രീ വിനോദ് മേക്കോത്ത് താങ്കളും ഉണ്ടായിരുന്നല്ലോ കൂടെ. ഓക്കെ, അവിടെ നിൽക്കട്ടെ. ഇതിന്റെ ഉള്ളടക്കം എന്ന് പറയുന്നത് വേണ്ട, താങ്കൾ കുറക്കണ്ടെന്നേ. അജ്ഞാത മൃതദേഹങ്ങളും തലയോട്ടികളും കെട്ടുകഥയാണ് എന്നാണ് ഇതിന്റെ രത്ന ചുരുക്കം. മാത്രമല്ല, ധർമ്മസ്ഥല ക്ഷേത്രത്തെ എതിർക്കുന്ന ഏതാനും വ്യക്തികൾ ചിന്നയ്യയെ സാമ്പത്തികമായി സ്വാധീനിച്ചാണ് കള്ളക്കഥ മെനഞ്ഞത്. ചിന്നയ്യ അടക്കം 6 പേരാണ് പ്രതികൾ. ആ പ്രതികളുടെ പേര് ഞാൻ പറയാം: മഹേഷ് ഷെട്ടി തിമറോടി, ഗിരീഷ് മട്ടന്നവ, ജയന്ത്, വിറ്റൽ ഗൗഡ. പിന്നെ നിങ്ങളുടെ കസ്റ്റഡിയിലുണ്ടെന്ന് മനാഫ് ഇവിടെ വന്നിരുന്ന ആവേശത്തോടെ പറഞ്ഞ സുജാത ഭട്ടും പ്രതിസ്ഥാനത്തുണ്ട്. ശ്രീ വിനോദ് മേക്കോത്ത്, താങ്കളുടെ ആവേശം ഒട്ടും കുറക്കണ്ട. വരട്ടെ. ഇനി എന്താ അറിയേണ്ടത് പറ. അല്ല ഇന്റർവ്യൂ റിപ്പോർട്ട് കൊടുത്തു എന്നാണല്ലോ ഇപ്പൊ താങ്കൾ പറയുന്നത്. അതെ, ഇന്റർവ്യൂ റിപ്പോർട്ട് കൊടുത്തപ്പോൾ തന്നെ ഈ പറയുന്ന തരത്തിലുള്ള പ്രതികളെയൊക്കെ തീരുമാനിച്ചു, അവരെയൊക്കെ നടപടി എടുക്കാൻ പോവുകയാണോ? അല്ല, ഞാൻ നേരത്തെ ഇവരെയൊക്കെ അറസ്റ്റ് ചെയ്ത് ഒരു മിനിറ്റ്, ഇവരെയൊക്കെ അറസ്റ്റ് ചെയ്ത് താങ്കൾ പറഞ്ഞ ഞാൻ കേട്ടല്ലോ. അല്ല, താങ്കളും ഇടപെടല്ലേ. ഞാൻ പറയട്ടെ. ഈ പറയുന്ന തരത്തില് ഇവരെയൊക്കെ ഇതാ കഴിഞ്ഞു, ഇപ്പൊ തീർന്നു. അനിൽ നമ്പ്യാർ പങ്കെടുത്ത ചർച്ചയിൽ പറഞ്ഞാണല്ലോ, മഹേഷ് ഷെട്ടി തിമറോടി അറസ്റ്റ് ചെയ്തു, ബാക്കിയുള്ളവരെയൊക്കെ അറസ്റ്റ് ചെയ്തു. തിമറോടി അറസ്റ്റ് ചെയ്തില്ല, ചിന്നയ്യയെ മാത്രമാണ് അറസ്റ്റ് ചെയ്തത്. ഞാൻ പറയാത്ത കാര്യങ്ങൾ എന്റെ വായിൽ തിരുകാതെ. അനിൽ നമ്പ്യാർ അന്ന് ആവേശത്തോടു കൂടി, അനിൽ നമ്പ്യാർ കാണിച്ച ആവേശം, ജനൻ ടിവി കാണിച്ച ആവേശത്തിന്റെ ഫലമാണിത്. ടീം അന്വേഷിച്ച് കൂടുതൽ തലയോട്ടികളും മൃതദേഹങ്ങളും കണ്ടെത്തും എന്നൊക്കെ കരുതിയിരുന്നല്ലോ. അയ്യോ, നിങ്ങളുടെയൊക്കെ സ്വപ്നം പൂവണിഞ്ഞില്ല. അതിന്റെ നിരാശയുണ്ടാവും. നിരാശാബോധത്തിൽ നിന്നാണ് വിനോദ് ഇപ്പൊ ഇതൊക്കെ വിളിച്ചു പറയുന്നത് എനിക്കറിയാം. അല്ല, നിങ്ങളുടെ സുഹൃത്ത് എവിടെ പോയി? മനാഫ് എവിടെ പോയി? കാണാനില്ലല്ലോ. സ്വപ്നത്തിന്റെ പ്രശ്നമൊന്നുമില്ല. നന്മമരം മനാഫ് എവിടെ പോയി? നിയമവാഴ്ചയുള്ള ഒരു രാജ്യം. മനാഫ് വളരെ സുന്ദരമായിട്ട് അയാളുടെ തൊഴിൽ ചെയ്ത് ജീവിക്കുന്നു. ആണോ? ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. അയാളുടെ തൊഴിൽ ചെയ്ത് ജീവിക്കുന്നു. എന്താണോ അദ്ദേഹത്തിന്റെ തൊഴിൽ? അതിലൊന്നും ഒരു പ്രശ്നമില്ല. ഒരു കുഴപ്പമില്ല. നാട്ടിലുണ്ടല്ലോ നിങ്ങളുടെ ഫോൺ.
ആണോ? എന്താ കാരണം എന്നറിയില്ല. ഞാൻ പറയുന്നത് അദ്ദേഹം ഇവിടെ നാട്ടിൽ ഒരു കുഴപ്പമില്ല, വളരെ സുഖമായിട്ട് ഇവിടെ കഴിയുന്നുണ്ട്. ഇവിടെ പ്രധാനപ്പെട്ട ചോദ്യം ഞാൻ ചോദിക്കട്ടെ, ഇതൊക്കെ പൊള്ളയായിരുന്നുവെങ്കിൽ, ഇതൊക്കെ തെറ്റായ ഒരു കാര്യമായിരുന്നുവെങ്കിൽ എന്തുകൊണ്ടാണ് ഈ പറയുന്ന തരത്തിൽ സൗജന്യയുടെ അമ്മയെ കാണാൻ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് 13 കൊല്ലങ്ങൾക്ക് ശേഷം സൗജന്യയുടെ അമ്മയെ കാണാൻ പോയത്? ആ അമ്മയ്ക്ക് എന്തുകൊണ്ടാണ് ഈ പോരാട്ടത്തിൽ നിയമപരമായ പിന്തുണ ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് യെദ്യൂരപ്പയുടെ മകൻ വിജയേന്ദ്ര അവിടെ നിന്ന് വാക്കുകൊടുത്തത്? ഈ കേസെല്ലാം പൊള്ളയായിരുന്നുവെങ്കിൽ, ഇതെല്ലാം തെറ്റായിരുന്നുവെങ്കിൽ 13 കൊല്ലത്തിന് ശേഷം എന്തിനാണ് വിജയേന്ദ്ര സൗജന്യയുടെ അമ്മയെ കാണാൻ പോയത്? ഇതിന് ഉത്തരം പറയാൻ പറ്റുമോ? അതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അഡ്വക്കേറ്റ് VP ശ്രീപത്മനാഭൻ, താങ്കളോടാണ് ഈ ചോദ്യം. വക്കീലെ, പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ശ്രീ വിനോദ് മേക്കോത്ത് ഇവിടെ ഉന്നയിച്ചത്. അങ്ങനെയെങ്കിൽ, ഇതൊക്കെ കള്ളക്കഥയാണെങ്കിൽ, ഇതൊക്കെ കെട്ടുകഥയാണെങ്കിൽ, ഇതൊക്കെ പൊള്ളയായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ എന്തിനാണ് BJP കർണാടക അധ്യക്ഷൻ, സംസ്ഥാന അധ്യക്ഷൻ സൗജന്യയുടെ നിയമ പോരാട്ടത്തിന് പിന്തുണ വാഗ്ദാനം ചെയ്തത് എന്നുള്ള അദ്ദേഹത്തിന് അവസാനം ഇത് മാത്രമേ ഉയർത്തി കാണിക്കാനുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. യെസ്, അഡ്വക്കേറ്റ് ശ്രീ പത്മനാഭൻ. അല്ല, ഈ നമ്മുടെ ഈ സംഭവം തുടങ്ങിയല്ലോ, ആദ്യമായി പത്രത്തിൽ വാർത്ത വന്നു, പരാതി വരുന്നു. ആ സമയത്ത് നമ്മളിത് വലിയ ഒരു താല്പര്യം കാണിച്ചില്ല. കാരണം എന്താന്ന് വെച്ചാൽ, ഈ പ്രദേശത്തിന്റെ ഭൂമിശാസ്ത്രമൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ മാസങ്ങളോളം ആ മേഖലയിലൊക്കെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് വേണ്ടി താമസിച്ചിട്ടുണ്ട്. അപ്പൊ അവിടുത്തെ ഒരു ഭൂമിശാസ്ത്രക്കാർ, അത്യാവശ്യം അജ്ഞാത മൃതശരീരങ്ങൾ നിൽക്കുന്ന മലമ്പ്രദേശമുണ്ട്, വിജനമായ പ്രദേശങ്ങളുണ്ട്. അപ്പോൾ ഈ ആളുകൾ പോയി ആത്മഹത്യ ഉപയോഗിക്കുന്ന സ്ഥലങ്ങളുണ്ട്. കാരണം അറിയാത്ത, ആരും എത്തിപ്പെടാത്ത പ്രദേശങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം ചില ക്രിമിനൽ ആക്ടിവിറ്റീസ് ഒക്കെ നടത്താൻ സൗകര്യമുള്ള സ്ഥലമാണ്. അപ്പൊ അത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ ആയിരിക്കുമെന്ന് പറഞ്ഞിട്ട് ആരും അത്ര സീരിയസ് ആയിട്ട് എടുത്തില്ല. പക്ഷെ പിന്നീട് ഇത് ക്ഷേത്രത്തിന്റെ വിശ്വേശ്വര ഹെഗ്ഗഡെ ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ എന്താ പറയുക, ഒരു വ്യംഗ്യമായ രീതിയിൽ ആരോപണം ഉന്നയിക്കുകയും ക്ഷേത്രത്തിനെതിരെ ആരോപണം ഉന്നയിച്ചു വന്നപ്പോഴാണ് നമ്മളിത് ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. അപ്പൊ ഞാൻ ആ മേഖലയിലുള്ള ആൾക്കാരായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അവർ പറഞ്ഞത്, അവരുപയോഗിച്ച വാക്ക് പാഗൽ ആദ്മി ഹെ എന്നാ പറഞ്ഞത്. കന്നഡക്കാരും നമ്മളും തമ്മിൽ ഹിന്ദിയിലാണ് സംസാരിക്കുക. കാരണം എനിക്കിട്ട് കന്നഡ അറിയില്ല, അവർക്കിട്ട് മലയാളം അറിയില്ല. അപ്പൊ പാഗൽ ആദ്മി ഹെ എന്നാ പറഞ്ഞത് ഈ ചെന്നൈയെ കൊണ്ട്. ഇവൻ ഒരു സാധുവാണ്. ഇവൻ അവിടെ ഈ അത്യാവശ്യം മാനുവൽ ജോബൊക്കെ ചെയ്ത്, അതായത് ഈ എന്താ പറയുക, വൃത്തിയാക്കല്, കാട് വെട്ടല്, ഈ എന്തെങ്കിലും മരിച്ചു കിടന്ന എടുത്ത് കുഴിച്ചിടല്, പിന്നെ പോലീസുകാർ പോസ്റ്റ്മോർട്ടം ചെയ്ത് കൊടുക്കുന്ന മൃതശരീരം അറിയാലോ. ചോദ്യത്തിന് മറുപടി പറയാണ്. ഞാനിത് നിങ്ങളെ പോലെ ഇവിടെ വന്നിരുന്നിട്ട് ആരോ പറയുന്നത് കേട്ടിട്ട് ഞാൻ ഐ ആം ഓൺ ഡോക്യുമെന്റ്സ്. കർണാടകത്തിലെ ബെൽത്തങ്ങാടി കോടതി ഇന്നലെ ആ ജഡ്ജ് വിജയേന്ദ്ര, ഇയാളുടെ പേരും കൂടി വേണേ പറഞ്ഞുതരാം, ബെൽത്തങ്ങാടിയുടെ സീനിയർ സിവിൽ ജഡ്ജ് വിജയേന്ദ്ര ഇന്നലെ ജാമ്യത്തിൽ ഇറക്കിയിരിക്കുകയാണ്. ഇയാൾക്ക് ജാമ്യം കൊടുത്തത് ദക്ഷിണ കന്നഡ സിവിൽ പ്രിൻസിപ്പൽ ഡിസ്ട്രിക്ട് ജഡ്ജാണ്. ആ കോടതിയിൽ നിക്ക് ആവേശം കൊള്ളല്ല. അവിടെ കുറ്റപത്രം ഉണ്ട്. കുറ്റപത്രത്തിന്റെ കോപ്പി വേണമെങ്കിൽ ഞാൻ 2 ദിവസം സമയം തന്നാൽ അനിൽ നമ്പ്യാർ എത്തിച്ചേരാം. കാരണം എന്റെ സുഹൃത്തുക്കൾ അവിടെ കോടതി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ദക്ഷിണ കന്നഡ ജില്ലാ കോടതിയിൽ നവംബർ മാസം 24-ാം തീയതിയാണ് ഇവര് ജാമ്യം കൊടുത്തത്. കുറ്റപത്രം പോലും കോപ്പി പോലും കിട്ടാതെ. വിനോദ് പറയട്ടെ, ഇറ്റ് ഈസ് എ പബ്ലിക് ഡോക്യുമെന്റ്. അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പത്രത്തിൽ വന്നു. ഇത് രഹസ്യ സ്വഭാവമുള്ള സീല് വെച്ച കവറിൽ കൊടുത്ത കഥ കേൾക്കണ്ട. നിങ്ങൾക്ക് ഒന്നും അറിഞ്ഞുകൂടാ. നിങ്ങൾ ആർക്കോ വേണ്ടി സംസാരിക്കുകയാണ്. ഞാൻ സത്യത്തിന് വേണ്ടി സംസാരിക്കുകയാണ്. അപ്പൊ പറഞ്ഞുതരാം. അപ്പോ ഈ പാഗൽ ആദ്മി ഇവനെ ആരോ ദുരുപയോഗം ചെയ്തതാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ലാൻഡ് ഗ്രാബേഴ്സ് ആണ്. അവിടെ ഈ പുറമ്പോക്കായി കിടക്കുന്ന ഭൂമിയും ഈ ക്ഷേത്രത്തിന് അവകാശപ്പെട്ട ഭൂമിയും ഒക്കെ തട്ടിയെടുക്കാനുള്ള ഭൂമാഫിയ ലാൻഡ് ഗ്രാബേഴ്സ് ഉണ്ട്. അവരുടെ ഒരു താല്പര്യ പ്രകാരം ഈ ക്ഷേത്ര ഭാരവാഹികളെയും ട്രസ്റ്റിനെയും ഒക്കെ ഒന്ന് ഡിഫെൻസീവിലാക്കാൻ വേണ്ടി ഒപ്പിച്ചൊരു പണിയാണ്. ഈ സാധു ഇത് അന്നന്ന് കൂലിപ്പണിയെടുത്ത് ജീവിക്കുന്ന ഒരു പാവമാണ്. ഇതിനെ ഉപദ്രവിച്ചതാണ്. പിന്നെ സുജാത ഭട്ട് ഒരു ദിവസം എവിടുന്നോ വന്ന് പറയുകയാണ്, എൻ്റെ മകളെ, അവര് മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടിയാണ്, മാത്രവുമല്ല ഞാനൊരു CBI ഓഫീസിൽ ജോലി ചെയ്യുന്ന, കൽക്കട്ടയിലെ CBI ഓഫീസിൽ ജോലി ചെയ്യുന്ന ആളാന്ന് പറഞ്ഞു. CBIക്കാര് എന്താ തമാശയാ CBIയിൽ ജോലി ചെയ്യുന്നത്? CBIക്കാര് സ്റ്റേറ്റ്മെന്റ് ഇറക്കി, ഇങ്ങനെ ഒരാൾ ഇവിടെ ജോലി ചെയ്തിട്ടില്ല. ഈ മെഡിക്കൽ കോളേജുകാർ പറഞ്ഞു, ഇങ്ങനെ ഒരു പെൺകുട്ടി ഞങ്ങളുടെ കോളേജിൽ നിന്ന് മിസ്സായിട്ടില്ല. ഇങ്ങനെ ഒരു പെൺകുട്ടി ഈ സ്ത്രീയുടെ, ഈ സുജാത ഭട്ട് എന്ന് പറയുന്ന സ്ത്രീയുടെ ഈ പേരുള്ള
ഇങ്ങനെ ഒരു കുട്ടി ഇവിടെ പഠിച്ചിട്ടില്ല, അങ്ങനെ ഒരു കുട്ടിയെ മിസ്സായിട്ടില്ല. അപ്പൊ ഇവര് CBI ജോലി ചെയ്തു എന്ന് പറയുന്നത് പിന്നീട് അന്വേഷണത്തിൽ, കാരണം ഒരു സ്ത്രീ വന്ന് പറയാണ് എൻ്റെ മകളെ വർഷങ്ങൾക്ക് മുമ്പ് കാണാണ്ടായി എന്ന് പറഞ്ഞാൽ നാട്ടിലെ രാഷ്ട്രീയക്കാരനായ ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ എന്താ ചെയ്യേണ്ടത്? ഉടനെ അവിടെ പോയിട്ട് അവർക്ക് വേണ്ട സഹായം ചെയ്യാന്ന് പറയണ്ടേ? പക്ഷെ പിന്നീടാണ് CBIയുടെ പ്രസ് സ്റ്റേറ്റ്മെന്റ് വരുന്നത്. ഇങ്ങനെ ഒരു സ്ത്രീ അവിടെ ജോലി ചെയ്തിട്ടില്ല. ഈ മെഡിക്കൽ കോളേജുകാർ പറയുന്നു ഇങ്ങനെ ഒരു പെൺകുട്ടി അവിടെ പഠിച്ചിട്ടില്ല, മിസ്സായിട്ടില്ല, ഞങ്ങൾക്ക് അങ്ങനെ ഒരു പെൺകുട്ടിയെ മിസ്സായിട്ടില്ല. അപ്പൊ പിന്നീടാണ് ഈ സ്ത്രീയെയും പറ്റി പറയുന്നത് ചില മാനസിക പ്രശ്നങ്ങളുടെ സ്ത്രീയാണ്. പിന്നീടാണ് ഇതൊക്കെ പുറത്തു വരുന്നത്. ഈ ചില മാനസിക പ്രശ്നമുള്ള സ്ത്രീയാണ്, അവരെയും ആരോ ഉപദ്രവിച്ചതാണ്, ആരോ പറ്റിച്ചതാണ്. അപ്പൊ ഈ പാവം ചിഹ്നയെയും ഈ സ്ത്രീയെയും ആരൊക്കെയോ ചിലർ ചേർന്ന് തെറ്റിദ്ധരിപ്പിച്ച് ഇപ്പൊ അവരൊക്കെ മുങ്ങി. ഈ വിദ്വാൻ ഓഗസ്റ്റ് 23 അറസ്റ്റിലായി. സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ 90 ദിവസം കഴിഞ്ഞപ്പോൾ ജാമ്യം കിട്ടി. ജാമ്യം കിട്ടിയിട്ട് ഇന്നാണ് പുറത്തിറങ്ങിയത്. ഏത് നവംബർ 24 ജാമ്യം കിട്ടി. ഇന്നെന്താ തീയതി? ഇന്ന് ഡിസംബർ 18. എന്താ പറയുക, ജാമ്യത്തിലെടുക്കാനുള്ള ശേഷിയില്ല ആ ഭാര്യയ്ക്ക്. പാവം 1 ലക്ഷം ഉറുപ്പ്യന്റെ ബോണ്ട് കെട്ടണം, 2 ജാമ്യക്കാർ വേണം. അതും തെരഞ്ഞു നടന്നിട്ട് ഈ ജാമ്യ ഓർഡറായിട്ടും ഇന്നാണ് ഇറങ്ങിയത്. ഞാനിത് അന്വേഷിച്ചു, ഇന്നാണ് അവർ ജാമ്യം. അപ്പൊ ഇങ്ങനെ ചില അപ്പാവികളെ ഉപയോഗിച്ച് അവരെ തെറ്റിദ്ധരിപ്പിച്ച് എന്തോ ചിലർ പൈസ കൊടുത്തിട്ടുണ്ടാവും. ചില മാനസിക പ്രശ്നമുള്ള ഒരു സ്ത്രീയെ ഉപയോഗിച്ച് ചില വ്യാജ വാർത്ത. നോക്കൂ അനിൽ നമ്പ്യാരെ, നമ്മുടെ നാട്ടിൽ ഒരു സ്കൂളിൽ ഒരു കുട്ടി പഠിച്ചിരുന്നു, ആ കുട്ടിയെ കാണാണ്ടായെന്ന് പറഞ്ഞാൽ ആ സ്കൂളിൽ നാട്ടിലില്ലേ? ഒരു മെഡിക്കൽ കോളേജിലെ റെക്കോർഡ്സ് എന്തൊക്കെയാണ്? ഹൗ കാൻ യു ഗെറ്റ് അഡ്മിഷൻ ഇൻ ടു എ മെഡിക്കൽ കോളേജ്? എത്ര പ്രോസസ്സ് കഴിയണം? ആദ്യം നിങ്ങൾ സ്കൂളിൽ പഠിക്കണം, പിന്നെ +2 പാസ്സാവണം, പിന്നെ എൻട്രൻസ് എഴുതണം. കർണാടകയിൽ അന്ന് കോമഡിക്ക് എഴുതണം. കോമഡിക്ക് എഴുതിയിട്ട് റാങ്ക് ലിസ്റ്റിൽ പേര് വന്നാലേ പേയ്മെന്റ് സീറ്റിലെങ്കിലും കയറാൻ പറ്റുള്ളൂ. ഇത്രയും വലിയ പ്രോസസ്സ് കഴിഞ്ഞിട്ട് ഒരു മെഡിക്കൽ കോളേജ് ചേർന്ന ഒരാളെ കാണാണ്ടായാൽ എത്ര രേഖകളുണ്ട്? അങ്ങനെ ഒരു കുട്ടിയേ ഇല്ല. ഇതൊക്കെ ഫാൾസ് സ്റ്റോറിയാണ്. ആ സ്ത്രീക്ക് ചില മാനസിക പ്രശ്നമുണ്ട്. ഇവനും പാകരാജ്ഞി എന്നാണ് ആ നാട്ടുകാർ പറഞ്ഞത്. ഇവരെ ചില ആളുകൾ, ചില ലാൻഡ് ഗ്രാബേഴ്സ്, അവിടത്തെ ചില ഇത്തരത്തിലുള്ള ഭൂമാഫിയക്കാർ ദുരുപയോഗം ചെയ്തതാണ്. ഏതായാലും അയാൾ 90-100 ദിവസം ജയിലിൽ കിടന്നു. ആ സ്ത്രീ ഉൾപ്പെടെയുള്ളവർ പ്രതിയായി. ഇനി ഇവരെ ആരെയും കാണില്ല, ഇവരൊക്കെ മുങ്ങും. ഇത് സത്യം പറഞ്ഞാൽ കൂടുതൽ കർശന നിയമ നടപടി ഉണ്ടാവുമായിരുന്നു. പക്ഷെ കർണാടകത്തിൽ കോൺഗ്രസ് ആണല്ലോ ഭരിക്കുന്നത്. അവർ അവസാനം ഒരു തെളിവുമില്ല, ഇവർ പറയുന്നത് മുഴുവൻ നുണയാണ് എന്ന് കന്നഡ മാധ്യമങ്ങൾ എഴുതാൻ തുടങ്ങി. കന്നഡ മാധ്യമങ്ങൾ ഇവിടെ ധർമ്മസ്ഥലയിൽ ശവം ഉണ്ടെന്ന് പറയുമ്പോഴേക്കും ക്യാമറ ലൈറ്റുമായിട്ട് ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങൾ ഓടിപ്പോയി. എനിക്ക് സങ്കടം തോന്നുന്നു, എനിക്ക് അവരോട് പരമ സഹതാപ തോന്നുന്നു. ഇവിടുത്തെ ഏതെങ്കിലും ഓൺലൈൻ മാധ്യമങ്ങളിൽ പോയാൽ മനസ്സിലാക്കാം. ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങൾ ക്യാമറ ലൈറ്റുമായിട്ട് പോയി. അവിടെ പോയി ഒന്നും കിട്ടിയില്ല. തിരിച്ച് അതേ സ്പീഡിൽ വന്നിട്ട് പിന്നെ ഒരു അക്ഷരം, ഇവനെ അറസ്റ്റ് ചെയ്ത വിവരം ഞാൻ നോക്കി. ഈ മുഖ്യധാര മാധ്യമങ്ങൾ ആരും ഇവനെ അറസ്റ്റ് ചെയ്ത കാര്യം പറയുന്നില്ല. പോട്ടെ, ആ സാധു ഇന്നാണ് ജാമ്യം കിട്ടി പുറത്തിറങ്ങിയത്. ഇന്നൊരു മാധ്യമവും മിണ്ടുന്നില്ല. ഇത്രയും കൊല്ലം കുറെ ദിവസം ആഘോഷിച്ചതല്ലേ, അവൻ പുറത്തിറങ്ങിയ ദിവസമല്ലേ ഇന്ന്. എന്നാൽ ഇന്നെങ്കിലും വാർത്തകൾ. മലയാളത്തിലൊരു വാക്കുണ്ട്, ഉഡായിപ്പ്. ഈ ഉഡായിപ്പ് പരിപാടിയായിരുന്നു ഇത് പൊളിഞ്ഞുപോയി. ഇത് കാരണം അവിടെ വലിയ പ്രശ്നമാണ്. കാരണം ഈ സിദ്ധരാമയ്യയുടെ സ്വഭാവം അങ്ങനെയൊക്കെ ആണെങ്കിലും DK ശിവകുമാർ ധർമ്മസ്ഥലയിൽ അങ്ങോട്ട് പോയി ഇവരെ കണ്ട് അനുഗ്രഹം വാങ്ങുന്ന ആളാണ്. അപ്പൊ അത് വലിയ പ്രശ്നമാണ്. കാരണം അതൊക്കെ ഒരു വലിയ വോട്ടിനെയും ഒക്കെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് ധർമ്മസ്ഥല ട്രസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ. അപ്പൊ അതുകൊണ്ട് കോൺഗ്രസിലെ ഒരു വിഭാഗം ആൾക്കാർക്ക് വലിയ വിശ്വാസമാണ്. അപ്പൊ അവരൊക്കെ ഇടപെട്ടിട്ടാണ് ഇത് അന്വേഷണം സത്യസന്ധമായി നടന്നത്. മുതിർന്ന IPS ഉദ്യോഗസ്ഥന്മാരാണ് അന്വേഷിച്ചത്. കുറ്റപത്രം ഫയൽ ചെയ്തു. ഇനി അവർ തുടരന്വേഷണം നടത്തുന്നുണ്ട്. ഇതിന്റെ പിന്നിൽ ഗൂഢാലോചനയിൽ വേറെ ആരെങ്കിലും വലിയ ആൾക്കാരുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. കോടതിയുടെ സമ്മർദ്ദമുണ്ട്, ഹൈക്കോടതിയുടെ സമ്മർദ്ദമുണ്ട്. ഇതിന്റെ ന്യായമായ പരിണാമം ഉണ്ടാവും. കാത്തിരിക്കുക. ഏതായാലും പ്രാഥമിക കുറ്റപത്രം ഫയൽ ചെയ്തിട്ടുണ്ട് 6 പേർക്കെതിരെ. ഇനി വലിയ ഗൂഢാലോചന ഉണ്ടെങ്കിൽ അവരെയും കൂടി പിടിക്കാമെന്ന് കർണാടക ഹൈക്കോടതിക്ക് SIT ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. ഏതായാലും തുടരന്വേഷണം നടക്കട്ടെ, അത് വേണ്ട രീതിയിൽ എത്തും. പരിപാടിയാണ്. അഡ്വക്കേറ്റ് C. പത്മനാഭൻ, ആ ഗൂഢാലോചനയിലാണ് നമ്മുടെ ഈ നന്മമരം മനാഫിനെയൊക്കെ പെടുത്തേണ്ടത്, കൊണ്ടുവരേണ്ടത്. പിന്നെ ഒരു ന്യൂസ് മിനിറ്റ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്, അറിയാലോ? വിഷയം മാറ്റല്ല. ഞാൻ എന്ത് പറയണമെന്ന് ഞാനാണ് തീരുമാനിക്കുന്നത്. സഹായം എനിക്ക് ആവശ്യമില്ലെന്നേ. അതുകൂടി തീരുമാനിച്ചാൽ നമുക്ക് എനിക്ക് അടുത്ത പോയിന്റിലേക്ക് കടക്കാം. പരിപാടിയാണ്.
ഇത് ഉഡായിപ്പ് പരിപാടിയാണ്, പൊളിഞ്ഞു പോയി. ഉഡായിപ്പായിരുന്നു, ഇതൊരു ഉഡായിപ്പാണ്. ഇത് കർണാടകയിൽ നടന്ന ചില ഭൂമാഫിയകൾ നടത്തിയ ആ ചോദ്യത്തിന് മറുപടി പറഞ്ഞല്ലോ. പ്രതിനിധിയായ ശ്രീ പത്മനാഭനോട് ഞാൻ ചോദിച്ച ചോദ്യം എന്താണ്? ആ ചോദ്യത്തിൽ നിന്നാണ് ഈ പറയുന്ന മൈക്ക് എന്റെ മൈക്ക് ശ്രീ പത്മനാഭന് കൈമാറിയത് അനിൽ നമ്പ്യാർ കൈമാറിയത് എന്റെ ചോദ്യത്തെ തുടർന്നാണ്. പറയല്ല, ചാനലിൽ വന്നിരുന്ന് പൊട്ടത്തരം പറയല്ല. അങ്ങനെ ഒരു കുട്ടിയില്ല. There is no person called അനന്യ ഭട്ട്. അനന്യ ഭട്ട് എന്ന് പറയുന്ന ഒരു കുട്ടി ഇല്ല. സൗജന്യ എന്ന് പറയുന്ന ഒരു കുട്ടി ഇല്ലെന്നാണോ? അയാളെ കൊന്ന സൗജന്യ എന്ന് പറയുന്ന കുട്ടി ഇല്ലെന്നാണോ? കൊന്ന പ്രതിയെ കർണാടക പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിട്ടിട്ടുണ്ട്. ഞാൻ പറയുന്നത് വിജയേന്ദ്ര എന്ന് പറയുന്ന ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ പോയത് ഒരു മരണം നടന്നു കഴിഞ്ഞാൽ, കൊലപാതകം നടന്നു കഴിഞ്ഞാൽ 2013 വർഷം ഞാൻ ചോദിച്ച ചോദ്യത്തിന് ശ്രീ പത്മനാഭൻ ഉത്തരവുണ്ടോ? ഞാൻ ചോദിച്ച ചോദ്യത്തിന് ശ്രീ പത്മനാഭൻ ഉത്തരവുണ്ടോ? 2012 കൊല ചെയ്യപ്പെട്ട സൗജന്യ എന്ന് പറയുന്ന കുട്ടിയെ ഒരു ഉടായ്പല്ല, സൗജന്യ എന്ന് പറയുന്ന കുട്ടിയെ 13 കൊല്ലം മുമ്പ് കൊലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ സൗജന്യയുടെ അമ്മയുടെ വീട്ടിൽ ചെന്ന് അമ്മയോട് സാഷ്ടാംഗം പറഞ്ഞ് നിങ്ങൾ ഞങ്ങൾ പിന്തുണയ്ക്കുമെന്ന് ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ സൗജന്യയുടെ അമ്മയെ പോയി കണ്ടത്. ആ ചോദ്യമാണ് ഞാൻ ചോദിച്ചത്. ആ ചോദ്യമാണ് താങ്കളിലേക്ക് നിയമ പോരാട്ടത്തിന് ഏത് പാർട്ടിയും പിന്തുണ നൽകില്ലേ? അരമണിക്കൂർ താങ്കൾ പറഞ്ഞു ഈ ധർമ്മസ്ഥലിയെ സംബന്ധിച്ചുള്ള കഥാകഥനം നടത്തി. അതെ അതെ, മലയാളികളെ നാറ്റിക്കാനായി ശിരൂര് പോയി തല്ലു വാങ്ങിയവനാ. അന്ന് അവിടെ പോയി തല്ലു വാങ്ങിയവനാ മലയാളികളെ നാറ്റിക്കാനായിട്ട്. മലയാളികളെ ആ ഡ്രൈവർ മരിച്ചപ്പോൾ മലയാളികളെ നാറ്റിക്കാനായി അവിടെ പോയി തല്ലു വാങ്ങിയവനാ. ഈ ഉടായ്പമാരാണ്. ഉടായ്പ പരിപാടിയാണ്. ഈ ഉടായ്പന്മാരെ വെച്ചിട്ട് ഈ വിഷയം ചർച്ച ചെയ്ത ആളുകളെ വിഡ്ഢിയാക്കാണ്. ഉടായ്പന്മാരാണ്. ഉടായ്പ പരിപാടിയാണ്. ഇതെല്ലാം വിലയിരുത്തട്ടെ. പ്രേക്ഷകർ ഇത് കാണുന്നുണ്ടല്ലോ, അവർ വിലയിരുത്തട്ടെ. ഇവരുടെയൊക്കെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് പ്രേക്ഷകർ മനസ്സിലാക്കട്ടെ, അവർ തിരിച്ചറിയട്ടെ. വിനോദ് മേക്കോത്ത് ഘോരഘോരം ബാധിക്കുന്നത് കേട്ടാ വിചാരിക്കും എന്തോ ഒരു പുതിയ സംഭവമാണ്. ബിജെപി സംസ്ഥാന അധ്യക്ഷൻ സൗജന്യയുടെ കുടുംബത്തിന് നിയമ സഹായം വാഗ്ദാനം ചെയ്തു. അതിലെന്തോ ഒരു വലിയ ഗൂഢാലോചന ഉള്ളത് കൂടിയാണ് വിനോദ് അവതരിപ്പിക്കുന്നത്. അതെ 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 അതെ, അതൊക്കെ അറിയാം. ആ തലക്ക് വെളിവില്ലാത്ത ആ സ്ത്രീ എന്റെ കസ്റ്റഡിയിലുണ്ട്. മനാഫ് ഈ ഫ്ലോറിലാണ് പറഞ്ഞത്, എന്റെ കസ്റ്റഡിയിൽ സുജാത ഭട്ട് ഉണ്ട് എന്ന് പറഞ്ഞത് മനാഫാണ്. കർണാടക പോലീസിന്റെ സീനിയർ IPS ഉദ്യോഗസ്ഥന്മാർ, കർണാടക പോലീസിലെ സീനിയർ IPS ഉദ്യോഗസ്ഥന്മാർ താങ്കൾ ചർച്ചയ്ക്കിരുത്തിയിട്ടുള്ളത് സൗജന്യ ഒരു പെൺകുട്ടിയെ കർണാടക കൊലപ്പെടുത്തിയതിനെ കുറിച്ച് പോലും അറിയാത്ത ഒരാളെ ഇതുപോലൊരു പാനൽ ചർച്ചയിൽ സൗജന്യ കൊലക്കേസിനെ കുറിച്ച് വിനോദിന്റെ പാർട്ടിയാണ് കർണാടക ഭരിക്കുന്നത്. താങ്കൾ ചർച്ചയ്ക്ക് അതെ അതെ, ആ വിനോദിന്റെ പാർട്ടിയാണ് കർണാടക ഭരിക്കുന്നത്. അതേ ഒരു കോൺഗ്രസ്സുകാരനാണ്. ഞങ്ങളുടെ അതെ സംസ്ഥാന അധ്യക്ഷൻ എന്തിനാണ് സൗജന്യയുടെ അമ്മയെ കാണാൻ പോയത്?